രാജ്മോഹൻ ഉണ്ണിത്താനെ അറിയാത്തവർ കോൺഗ്രസിൽ നിന്നല്ല കേരളത്തിൽ ആരും ഉണ്ടാകില്ല. സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദയ കൊണ്ട് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ പെട്ടു. സുധാകരനെ ചൊറിഞ്ഞ് ഉണ്ണിത്താൻ വാങ്ങിക്കൂട്ടുന്നത് ഡസൺ കണക്കിന് പൊങ്കാല. KS ഫാൻസ് കലിപ്പിലായി കഴിഞ്ഞു. ഇനി ഉണ്ണിത്താന് വീട്ടിലിരിക്കാം. രാജ്മോഹൻ ഉണ്ണിത്താൻ ഭീഷണിയുമായിട്ട് മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ ഫാൻസിന്റെ പൊങ്കാലയാണ് ചർച്ചാ വിഷയം. സുധാകരന്റെ വിശ്വസ്തനായിട്ടുള്ള ജയന്ത് ദിനേശ് അടക്കം രാജ്മോഹൻ ഉണ്ണിത്താനെ കടന്നാക്രമണം നടത്തി കഴിഞ്ഞു. ഈ പൊങ്കാല ഇടുക എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം, ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് കയറി ഇങ്ങനെ താണ്ഡവമാടുക. സുധാകരനെതിരെ കഴിഞ്ഞ ദിവസം ചില പരാമർശങ്ങൾ ഉണ്ണിത്താന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ആ ഉണ്ണിത്താന്റെ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾക്ക് മറുപടി പറയുന്നത് പക്ഷേ സുധാകരനായിരുന്നില്ല, പകരം അദ്ദേഹത്തിന്റെ ഫാൻസുകാരായിരുന്നു. അവർ ഈ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ശക്തമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ഇട്ട് പൊങ്കാല നടത്തി. ആ പൊങ്കാല നടത്തിയതിൽ ഒരുപാട് പോസ്റ്റുകൾ അങ്ങനെ വരുന്നുണ്ട്. അതിനകത്ത് ഈ റനീഷ് ജലാൽ ഇട്ട ഒരു പോസ്റ്റ് അതിങ്ങനെയാണ്: മഞ്ചേരിയിൽ മഹിളാ കോൺഗ്രസുകാരിക്ക് പാർട്ടി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നാട്ടുകാർ പിടികൂടി. ഇദ്ദേഹമാണെന്ന് കണ്ടപ്പോൾ അവർ ഇദ്ദേഹത്തോട് പൊയ്ക്കൊള്ളാനാണ് ആവശ്യപ്പെട്ടത്. എങ്ങനെ പോകാൻ കഴിയും? മുണ്ടുമഴിഞ്ഞ് വെള്ളത്തിൽ മുങ്ങി നിന്നിരുന്ന ഇയാൾക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഉടനെ DYFIക്കാർ സ്ഥലത്തെത്തുകയും അവർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. ഓർമ്മയുണ്ടോ നേതാവേ? ഓർമ്മ കാണില്ല. വേണമെങ്കിലും അങ്ങനെ ആ ഓർമ്മ വരണമെങ്കിൽ ഞാൻ ആ വീഡിയോ ഫേസ്ബുക്കിലിട്ട് തരാം എന്ന് കൂടി പറയുകയാണ് ഇവിടെ റനീഷ് ജലാൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ. മുരളീധരൻ തന്നെ മുണ്ടഴിച്ച് വിട്ടതിന് ശേഷം എത്ര വർഷം ഒന്നും ആകാൻ കഴിയാതെ താൻ KPCC ഓഫീസിൽ തെണ്ടി നടന്നു എന്നത് മറന്നുപോയോ? കാസർഗോഡ് താൻ 2 തവണ MP ആയെങ്കിൽ തൊട്ടിപ്പുറത്ത് കണ്ണൂർ എന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും മുസ്ലിം ലീഗിന്റെ പിന്തുണ കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അങ്ങനെ കണ്ണൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുണ്ട്, അത് സുധാകരൻ. അത് മറക്കാതിരിക്കുക. തനിക്ക് ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് പാർട്ടിയുടെ ദയ കൊണ്ട് MP ആയതിന്റെ പെൻഷൻ കൊണ്ട് വേണമെങ്കിൽ ജീവിക്കാം. അതുകൊണ്ട് ജീവിച്ചോളണം. പൊതുവേദിയിൽ സോഷ്യൽ മീഡിയയിൽ ഇനി താൻ തള്ളാൻ വന്നാൽ പിന്നെ പൊങ്കാലയായിരിക്കും. താൻ പാർട്ടി കുടുംബത്തിൽ നിന്ന് കാണിക്കുന്ന കുതികാൽ വെട്ടിന് തനിക്ക് മാപ്പില്ല. ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നുണ്ട്. ഇനി സുധാകരൻ അനുകൂലികളുടെ സൈബർ ആക്രമണത്തിന് വിധേയനാവുകയാണ് ഉണ്ണിത്താൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിത്താൻ തലമറന്ന് എണ്ണ തേക്കരുത് എന്നും തേച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അണികളും പാർട്ടിയും പഠിപ്പിച്ചു തരുമെന്നായിരുന്നു ജയന്ത് ഫേസ്ബുക്കിൽ കുറിച്ചത്. സദാചാര പ്രശ്നത്തിൽ ഉണ്ണിത്താനെ ആക്രമിച്ചപ്പോഴും സുധാകരൻ സംരക്ഷണം ഒരുക്കിയിരുന്നു. പിന്തുണ നൽകിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടില്ല സുധാകരന്റെ സംരക്ഷണമെന്നും ജയന്ത് കുറിച്ചു വെക്കുന്നുണ്ട്. ഇവിടെ ഇതിന് സമാനമാണ് മറ്റുള്ളവരുടെയൊക്കെ പൊങ്കാല. അന്ന് ഉണ്ണിത്താനെ പിടിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം. ഉണ്ണിത്താൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും അടിച്ച് ഫിറ്റായ മുഖവുമായിട്ടൊക്കെ നിൽക്കുന്നതൊക്കെ അന്നത്തെ വാർത്താ ചാനലുകളെല്ലാം കാണിച്ചതുമാണ്. അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ളത് ഒന്നുമല്ലല്ലോ ഇപ്പോൾ സംഭവിച്ചത്. പക്ഷേ സദാചാര പ്രശ്നം ഉന്നയിച്ച് ഇങ്ങനെ വരുമ്പോൾ ഉണ്ണിത്താനെ താങ്കൾ ചിന്തിക്കുക എന്നൊക്കെയാണ് ഈ KS ഫാൻസ് സുധാകരന്റെ ഫാൻസുകാർ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിക്കുന്നത്. ഈ പാർട്ടിയിൽ ഏതൊരു നേതാവിനും ഏതൊരു പ്രവർത്തകനും CPIM-ന്റെയോ BJP-യുടെയോ ആക്രമണം നേരിട്ടാൽ അവർക്ക് കവചമായി സുധാകരൻ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കൂടെ ഉണ്ടാകും. സദാചാര പ്രശ്നം പറഞ്ഞ് CPM ഉണ്ണിത്താനെ ആക്രമിച്ചപ്പോഴും അങ്ങനെ തന്നെയല്ലേ നിന്നത്? രാഹുലിനെ ആക്രമിക്കുമ്പോഴും അങ്ങനെ തന്നെ. PJ കുര്യൻ സാറിനെയും ശശി തരൂരിനെയും ഇതുപോലെ വേട്ടപ്പട്ടികൾ ആക്രമിക്കാൻ വന്നപ്പോൾ ആദ്യം കവചം തീർത്തത് ഈ സുധാകരൻ തന്നെയാണ്. ഇപ്പോൾ ആ കേസുകളൊക്കെ എന്തായി? ഈ പറയുന്നവരൊക്കെ തനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടല്ല KS എന്ന് പറയപ്പെടുന്ന സുധാകരൻ സംരക്ഷിക്കുന്നത് വരെ. ഉണ്ണിത്താനും മനസ്സിലാകുന്നുണ്ടോ? തലമറന്ന് എണ്ണ തേക്കരുത്. താൻ തേച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അണികളും പാർട്ടിയും താങ്കൾക്ക് പഠിപ്പിച്ചു തരുമെന്ന് കൂടി ജയന്ത് ദിനേശ് ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് ഷാജു AHന്റെ കമന്റാണ്. അത് ഈ MM ഹസന്റെ പോസ്റ്റിന് താഴെയായിട്ടാണ് ഈ കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: കോൺഗ്രസിന്റെ പോരാളിയായി മുന്നോട്ട് വന്ന് പിണറായി സത്തെ TV ചാനലുകളിലും തെരുവിലും ശക്തമായി നേരിട്ട കോൺഗ്രസിനും നേതാക്കൾക്കും പ്രതിരോധം തീർത്ത ഒരു യുവ നേതാവിനെ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ പിന്തുണച്ചതിൽ എന്താണ് തെറ്റ്? ഉണ്ണിത്താനെ താങ്കൾ ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ ഈ അവതാരകരെ പരിഹസിക്കുന്ന രീതിയിലും രാഹുലിന്റെ PR ടീം എന്നൊക്കെ വലിയ വർത്തമാനം പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിരോധം തീർത്തത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു TV ചാനലിന് വേണ്ടി ഒരു പ്രതിരോധം തീർക്കുമ്പോൾ അതിനെതിരെ
അപമാനിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ടി വി ചാനലുകളിൽ വന്ന് അപമാനിക്കാൻ ശ്രമിക്കുന്ന താങ്കളെപ്പോലുള്ളവരാണ് ഈ പാർട്ടിയുടെ എന്നത്തെയും ശാപം. അതുകൊണ്ട് താങ്കൾ വന്ന വഴിയും ആരും മറക്കാതിരിക്കുക ഉണ്ണിത്താനെ എന്ന് പറയുന്നുണ്ട് മറ്റൊരു കുറിപ്പിൽ. താങ്കൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുവാനുള്ള അർഹത പോലുമുണ്ടോ എന്ന് താങ്കൾ തന്നെ ചിന്തിക്കുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഇത്രയേ പറയുന്നുള്ളൂ. ഇലക്ഷനുകൾ ഇനിയും വരും. അന്ന് അർഹതപ്പെട്ട റിസൾട്ട് അർഹതപ്പെട്ടവർക്ക് പാർട്ടി പ്രവർത്തകർ തന്നെ നൽകും. പ്രവർത്തകരുടെ ചോര നീരാക്കിയ സ്ഥാനമാനങ്ങളാണ് പലരും ഇന്ന് കൊണ്ടു നടക്കുന്നത് എന്നും ഓർക്കണം. രാഹുൽ ഒരു നല്ല കോൺഗ്രസ് പോരാളി ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തെ യുവജനത താങ്കളുടെ ഭാഷയിൽ PR ടീം അനുകൂലിക്കും, പ്രതിരോധിക്കും എന്നുകൂടി പറഞ്ഞൊരു കമന്റ് കൂടി. ഇങ്ങനെ പലതരത്തിലുള്ള കമന്റുകൾ, പരിഹാസ കമന്റുകൾ അടക്കം പറയുന്നുണ്ട്. അതിനകത്ത് കെ സുധാകരനെ പറ്റി പറയേണ്ട ഉണ്ണിത്താനെ വാചക കസർത്ത് വേണ്ട എന്നുകൂടി പറയുന്നുണ്ട്. അത് മാത്രമല്ല, ചുറ്റിനും നിന്ന് കരുത്ത് പകർന്ന എന്റെ 10-28 കുട്ടികളെ കൊന്നുതള്ളി ആ കാടത്തങ്ങൾ മാഹി പുഴയുടെ തീരത്ത് നിന്ന് ഏറ്റുവാങ്ങിയപ്പോ വിങ്ങിത്തുടിച്ചു മനസ്സുമായിട്ട് നടന്ന രാഷ്ട്രീയ നേതാവാണ് താൻ. എനിക്ക് വിചാരമുണ്ടാകും, എനിക്ക് വികാരമുണ്ടാകും എന്റെ കുട്ടികളെ ഓർത്ത്. ഈ ഒറ്റ ഡയലോഗ് മതി കെ സുധാകരൻ ആരാണ് എന്നറിയാൻ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങളിൽ കെ സുധാകരൻ നടത്തിയ പ്രവർത്തനം ഒരു കോൺഗ്രസ്സുകാരനും ഇതുവരെ നടത്തിയിട്ടില്ല എന്നും അതാണ് കെ സുധാകരൻ എന്നൊക്കെ പറഞ്ഞ കെ സുധാകരനെ പുകഴ്ത്തുന്ന ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ KS-ന് ഇത്രയ്ക്ക് വലിയ ഒരു പിന്തുണയുണ്ട്. ഇനി മറ്റൊന്ന്, ഇക്ബാൽ ഷബീറിന്റെ ഒരു കമന്റ്. അത് താങ്കൾക്ക് കാസർഗോഡിലെ ജനങ്ങൾ ഒരു വില കൽപ്പിക്കുന്നുണ്ട്, അത് താങ്കളായി കളയരുത്. എരിയുന്ന തീയിൽ താങ്കൾ എണ്ണ ഒഴിക്കരുത്, അത് അവസാനം താങ്കൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറും. കത്തുന്നത് കെടുത്താൻ നോക്കുന്നതിന് പകരം പെട്രോൾ ഒഴിച്ച് അതിനെ ആളിക്കത്തിക്കരുത്. കോൺഗ്രസ് വലിയൊരു യുദ്ധത്തിനിറങ്ങിയ സമയത്ത്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് സംഘി സഖാക്കൾ ഒരുമിച്ച് കൂടി തകർക്കാൻ നിൽക്കുന്ന സമയത്ത് പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയത് തെണ്ടിത്തരമാണ്, തെമ്മാടിത്തരമാണ്. ഒരു ചെറുപ്പക്കാരനോട് പ്രണയം നടിച്ച് വശീകരിക്കുവാൻ, അണി ട്രാപ്പിലേക്ക് ചെന്നെത്തിക്കുവാൻ നോക്കിയത് ശരിയാണ്. അതിലൂടെ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും ശരിയായിരിക്കും. കിളവനായ സമയത്താണ് താങ്കൾ തലയിൽ മുന്നിട്ട് ഓടിയത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. താങ്കളായിട്ട് തന്നെ താങ്കളുടെ ചരിത്രം പറയിപ്പിക്കരുത് എന്നുള്ള പരിഹാസ രൂപേണയുള്ള വളരെ വലിയ പൊങ്കാല തന്നെയാണ് ഫേസ്ബുക്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വരുന്നത്. അങ്ങനെ രാഹുലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രാഹുലിനെ കുറിച്ച് പറയാം, അല്ലാതെ പാർട്ടിയിലുള്ള നിങ്ങളുടെ അധികാരമോഹവും അസൂയയും കുശുമ്പും വാശിയും വൈരാഗ്യവും ഈ ഒരു സമയത്ത് തീർക്കരുത്. തെണ്ടിത്തരമാണ് താങ്കൾ ചെയ്തത് എന്നുകൂടി ഈ അണികൾ, കോൺഗ്രസിന്റെ അണികൾ ഇങ്ങനെ കമന്റ് ഇടുകയാണ്. നിങ്ങളെപ്പോലുള്ള തെമ്മാടി വർഗങ്ങളാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത്. സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടിയിട്ട് രാഹുൽ എന്ന ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ പ്രവർത്തനം സംഘികൾക്കും സഖാക്കൾക്കും കുരുപൊട്ടിയതുപോലെ നിങ്ങളെപ്പോലുള്ള കുറച്ച് കിളവന്മാർക്കും കോൺഗ്രസിനകത്ത് തന്നെ കുരുപൊട്ടിയിട്ടുണ്ട്. സംഘി സഖാക്കൾ ഇല്ലാതാക്കുന്നത് പോലെ നിങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ തോന്നിവാസത്തിന് അണികൾ മറുപടി തരും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അണികൾ വിജയിപ്പിക്കുവാൻ മാത്രമല്ല, തെണ്ടിത്തരവും തെമ്മാടിത്തരവും കാണിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ കൂടി നിൽക്കുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പല കമന്റുകളും. ഇവനെ പോലെയുള്ള ഊളകൾ കാണിച്ച തെണ്ടിത്തരത്തെ കാസർഗോഡിലെ ജനങ്ങൾ പ്രതിഷേധിക്കുക തന്നെ വേണം എന്ന് കൂടി പറയുന്നുണ്ട്. സംഘികൾക്കും സഖാക്കൾക്കും കിട്ടിയ അവസരം മുതലെടുപ്പ് നടത്തുന്നത് പോലെ താങ്കളും കിട്ടിയ അവസരം മുതലെടുപ്പ് നടത്തിയത് വെറും ആണും പെണ്ണും കെട്ട സ്വഭാവമായി പോയി രാജ്മോഹൻ ഉണ്ണിത്ത എന്ന് പ്രതികരിക്കുന്ന ഒട്ടനവധി പേർ കൂടി ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ എത്തുന്നുണ്ട്. ഇനി മറ്റൊന്ന് ഷംസി ഷായുടെ പ്രതികരണം. അതിങ്ങനെയാണ്, അതായത് ഞാൻ അനാശാസ്യം ചെയ്തിട്ടില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞപ്പോൾ അന്ന് കേരളത്തിലെ മതേതരമായ UDF പ്രവർത്തകർ ഒറ്റക്കൊട്ടായി കൂടെ നിന്ന് ഉണ്ണിത്താൻ കവചമൊരുക്കി. സോഷ്യൽ മീഡിയയിലും പുറത്തും ഉണ്ണിത്താൻ അനാശാസ്യം ചെയ്തു എന്ന് ഈ രാജ്യത്തെ ഒരു കോടതിയും ഇതേവരെ പറഞ്ഞിട്ടുമില്ല. അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടവും പറയുന്നു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അത് UDF പ്രവർത്തകർ വിശ്വസിക്കുന്നു. വിശ്വാസം അതല്ലേ എല്ലാം. ഉണ്ണിത്താനെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുള്ളത് കോടതിയിലല്ല, പിണറായി വിജയന്റെ കൈകളിലാണ്. അതൊന്ന് കോടതിയിലെത്തി കോടതി തെറ്റുകാരനാണെന്ന് പറയുന്നത് വരെയെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടായിരുന്നു ഉണ്ണിത്താനെ. ഉണ്ണിത്താൻ ഹിന്ദുത്വയോടും കമ്മ്യൂണിസത്തോടും വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഒരു നേതാവായത് കൊണ്ടാണ് ഉണ്ണിത്താനെ കാസർഗോട്ടുകാർ തോൾത്തടുത്ത് വെച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് മാങ്കൂട്ടത്തിനെയും കേരളത്തിലെ മതേതര ജനത ചുമലിലേറ്റുന്നു. അല്ലാതെ നിങ്ങളുടെയൊക്കെ ആചാരവും സദാചാരവും നോക്കിയിട്ടൊന്നുമല്ല എന്ന് നിങ്ങൾക്കും എല്ലാ നേതാക്കൾക്കും തിരിച്ചറിവുണ്ടാകണം. അതിനിടയ്ക്ക് കോലിട്ടിളക്കുന്ന പരിപാടിക്ക് നിൽക്കരുത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം നടത്തിയത്. രാഹുൽ വടി കൊടുത്ത് അടി വാങ്ങി എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാധ്യമങ്ങളെ പ്രകോപിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇരയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞു.
രാഹുലിന്റെ PR സംഘം ആക്രമണം നടത്തി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചത് രാഹുലാണ് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ പിന്തുണ ലഭിക്കുന്നത് തനിക്കുണ്ട് എന്ന് കാണിക്കുവാൻ രാഹുൽ ശ്രമിച്ചു എന്ന് കൂടി പറയുന്നുണ്ട്. രാഹുലിനെ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പിന്തുണച്ചവർ മാറി ചിന്തിക്കണമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ കെ സുധാകരനെ കുറിച്ചും പറയുന്നു. കെ സുധാകരൻ ഓരോ കാലത്തും ഓരോ കാര്യങ്ങൾ മാറ്റി പറയുകയാണ്. അതുകൊണ്ടാണ് കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ള രാജ്മോഹൻ ഉണ്ണിത്താന്റെ പറച്ചിലുകൾക്കാണ് ഇപ്പോൾ ഇതാ പൊങ്കാല നേടുന്നത്. കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് രാഹുൽ ശ്രമിച്ചത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം ഇങ്ങനെ തുറന്നിരിക്കുന്നത്. കെ സുധാകരന്റെ ഫാൻസിനെ KS ഫാൻസ് ആണ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഉടനീളം സുധാകരന്റെ ഫാൻസ് ഉണ്ട്. ഇത് വീണ്ടും തെളിയുകയാണ് ഈ സംഭവത്തിലൂടെ. അതുകൊണ്ട് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ ഇങ്ങനെ പൊങ്കാലയിട്ട് നെഞ്ചിൽ പൊങ്കാലയിട്ട് തകർക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് ഇതേപോലെ ഒരു അവസ്ഥ രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന അതേ ഒരു അവസ്ഥ ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ടാകും. പക്ഷെ അന്ന് ഈ കോൺഗ്രസിലെ പല നേതാക്കന്മാരും പലരും കണ്ണടയ്ക്കുകയും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആയിട്ട് കാസർഗോഡിൽ വിലസുന്നതെന്നും മറന്നു പോകരുത്. അങ്ങനെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് വലിയ സദാചാരമൊക്കെ പ്രസംഗിക്കാൻ വന്നാൽ താങ്കളെ വലിച്ചു കയറി ഒട്ടിക്കുമെന്നുള്ള KS ഫാൻസുകാരുടെ ആ ഒരു പ്രതിഷേധവും പ്രതികരണവും ഉണ്ടല്ലോ, അത് താങ്കൾ ഓർത്തു വെച്ചാൽ നല്ലത്. ഇല്ലെങ്കിൽ വലിയ വീഡിയോകൾ പുറത്തു വരുമ്പോൾ താങ്കൾ ചിലപ്പോൾ MP പദത്തിൽ തന്നെ കാണില്ല.